ബുക്കിൽ 3 കോളങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നാലാമത്തെ കോളത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നാലാമത്തെ കോളത്തിൽ നമ്മൾ ആദ്യം കാണേണ്ടതാണ് സെൽഫിഷ്. ഞാൻ എപ്പോഴൊക്കെയാണ് സ്വാർത്ഥനായി തീർന്നത്. അതായത് നോട്ട് സീയിങ് അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കാണാതിരിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണാതിരിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാതിരിക്കുക, എല്ലാ കാര്യങ്ങളും വാണ്ടിങ് തിങ്സ് മൈ വേ, എൻ്റെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നടക്കണം. വാണ്ടിങ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, എനിക്ക് പ്രത്യേക പരിഗണന വേണം. വാണ്ടിങ് അതേഴ്സ് ടു മീറ്റ് മൈ നീഡ്സ് ഡിപ്പെൻഡൻസ്, അതായത് എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർ എനിക്ക് നടത്തി തരണം. മറ്റുള്ളവരുടെ വാണ്ടിങ് വാട്ട് അതേഴ്സ് ഹാവ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ അതെനിക്ക് വേണം. വാണ്ടിങ് ടു കൺട്രോൾ ഡൊമൈൻസ്, മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, മറ്റുള്ളവരുടെ മേൽ മേൽക്കോയ്മ സ്ഥാപിക്കുക, ഔന്നത്യം സ്ഥാപിക്കുക. വാണ്ടിങ് ടു ബി ദ ബെസ്റ്റ്, മറ്റുള്ളവരെക്കാൾ ഏറ്റവും കേമനായിട്ട് നടക്കുക. തിങ്കിങ് അതേഴ്സ് ആർ ജലസ്, മറ്റുള്ളവരെ പറ്റി അസൂയയോടെ ചിന്തിക്കുക. വാണ്ടിങ് അതേഴ്സ് ടു ബി ലൈക്ക് മീ, മറ്റുള്ളവർ എന്നെ പോലെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുക. ബീയിങ് മിസറി പൊസസീവ്, മിസറി എന്ന് പറഞ്ഞാൽ പരിതാപം പറയുക, അല്ലെങ്കിൽ പരാധീനത പറയുക, ദുരിതാനുഭവം വിവരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മാത്രം കഷ്ടപ്പാടുകളെ പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിനാണ് മിസറി എന്ന് പറയുക. പൊസസീവ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സ്നേഹം തനിക്ക് മാത്രം കിട്ടണം എന്ന് നിർബന്ധമുള്ള, അല്ലെങ്കിൽ ഉടമസ്ഥയെ സംബന്ധിച്ച് നിർബന്ധമുള്ള ഒരു അവസ്ഥയാണ് പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അടുത്തത് വാണ്ടിങ് മോർ ദാൻ മൈ ഷെയർ, മറ്റുള്ളവരെക്കാളും കൂടുതൽ ഷെയർ എനിക്ക് കിട്ടണം. റിയാക്ടിങ് ഫ്രം സെൽഫ് ലോത്തിങ്, സെൽഫ് റൈറ്റ്നെസ്. ലോത്തിങ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇഷ്ടമില്ലാത്ത വൈമനസ്യമുള്ള എന്നർത്ഥത്തിലാണ് ലോത്തിങ് എന്ന വാക്ക് ഉപയോഗിക്കുക. പിന്നെ സെൽഫ് റൈറ്റ്നെസ്, അവനവൻ്റെ തന്നെ ശരിയായ ചിന്തകൾ. റൈറ്റ്നെസ്സിന് നമുക്കൊരു നീതിയെന്നോ ധർമ്മമെന്നോ ന്യായമായ കാര്യമെന്നോ ഒക്കെ ചിന്തിക്കാം. അപ്പോൾ അതും ഒരു എൻ്റെ ന്യായമാണ്, മറ്റുള്ള ന്യായമല്ല, എൻ്റെ ന്യായം. ടു കൺസേൺഡ് അബൌട്ട് മീ, എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, എന്നെ മാത്രം പരിഗണിക്കുക. നോട്ട് ട്രൈങ് ടു ബി എ ഫ്രണ്ട്, ഞാനൊരു നല്ല കൂട്ടുകാരനാകാതെ ഇരിക്കുക. വാണ്ടിങ് ടു ലുക്ക് ഗുഡ് ഓർ ബി ലൈക്ക്ഡ്, അല്ലെങ്കിൽ നന്നായി ഇരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാനാണ് നല്ലത്, എന്നെ പോലെ ഇരിക്കാൻ ശ്രമിക്കുക എന്ന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. കൺസേൺഡ് ഓൺലി വിത്ത് മൈ നീഡ്സ്, എൻ്റെ മാത്രം ആവശ്യങ്ങളെ പരിഗണിക്കുക. ഇതാണ് സെൽഫിഷ്നെസ്സിനെ കുറിച്ച് നാലാമത്തെ കോളത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ഡിസ്ഹോണസ്റ്റ്, സത്യസന്ധതയില്ലായ്മ. ഞാൻ നോട്ട് സീയിങ് ഓർ അഡ്മിറ്റിംഗ് വേർ ഐ വാസ് ഫോൾട്ട്, ഞാനൊരു സത്യസന്ധമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ തെറ്റ് കാണുകയോ സമ്മതിക്കുകയോ ചെയ്യാതിരിക്കുക. ഹാവിങ് എ സുപ്പീരിയർ ആറ്റിറ്റ്യൂഡ് തിങ്കിങ് ഐ ആം ബെറ്റർ, ഞാൻ നല്ലൊരു മിടുക്കനാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, സുപ്പീരിയർ ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടായിരിക്കുക. ബ്ലെയിം അതേഴ്സ് ഫോർ മൈ പ്രോബ്ലം, എൻ്റെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. നോട്ട് അഡ്മിറ്റിംഗ് ഐ ഹാവ് ഡൺ ദ സെയിം തിങ്, ഞാൻ അതേ കാര്യം തന്നെ ചെയ്തു എന്ന് സമ്മതിക്കാതിരിക്കുക. നോട്ട് എക്സ്പ്രസിങ് ഫീലിംഗ് ഓർ ഐഡിയാസ്, ഒരാശയോ അല്ലെങ്കിൽ ഒരു ഫീലിങ്സോ വൈകാരികതയോ പുറപ്പെടുപ്പിക്കാതിരിക്കുക. നോട്ട് ബീയിങ് ക്ലിയർ അബൌട്ട് മോട്ടീവ്സ്, ലക്ഷ്യങ്ങൾക്കായിട്ടുള്ള ഒരു കൃത്യമായ ജ്ഞാനമില്ലാതിരിക്കുക. ലൈങ്, ചീറ്റിംഗ്, സ്റ്റീലിംഗ്, നുണ പറയുക, വഞ്ചിക്കുക, കട്ടെടുക്കുക. ഹൈഡിങ് റിയാലിറ്റി, നോട്ട് ഫേസിങ് ഫാക്ട്സ്, റിയാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാക്ട്സിനെ, കാരണങ്ങളെ ഫേസ് ചെയ്യാതിരിക്കുക. അന്ധമായ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുക. സ്റ്റബോംലി ഹോൾഡിങ് ഓൺ ടു ഇൻആക്യുറേറ്റ് ബിലീവ്സ്, അസത്യമായിട്ടുള്ള വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുക. ബ്രേക്കിംഗ് റൂൾസ്, നിയമലംഘനം നടത്തുക. ലൈങ് ടു മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ നുണ പറയുക. എക്സാഗ്രേറ്റിംഗ്, മിനിമലൈസിങ്, പുകഴ്ത്തി പറയുക അല്ലെങ്കിൽ കുറച്ച് പറയുക, അല്ലെങ്കിൽ കൂടുതൽ. എക്സാജറേറ്റർ എന്ന് പറഞ്ഞാൽ വലുതാക്കി പറയുക അല്ലെങ്കിൽ അതിശോക്തിപരമായിട്ട് പറയുക എന്നുള്ളതാണ്. മിനിമലൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ചുരുക്കി പറയുക. എപ്പോഴും ഒരു സെറ്റിംഗ് മൈസെൽഫ് അപ് ടു ബി റോങ്ഡ്, ഞാൻ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എക്സ്പെക്റ്റിംഗ് അതേഴ്സ് ടു ബി വാട്ട് ദേ ആർ നോട്ട്, അല്ലാത്തൊരവസ്ഥയെ പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരങ്ങനെ ചെയ്യണം, അവരിങ്ങനെ ചെയ്യണം, അവർ ആ ആറ്റിറ്റ്യൂഡിൽ വന്നാലേ ശരിയാവുള്ളൂ എന്നുള്ള രീതിയിൽ. ബീയിങ് പെർഫെക്ഷനിസ്റ്റിക്, പരിപൂർണതയെ പ്രതീക്ഷിച്ച് ഇരിക്കുക. ഇപ്പോൾ അടുത്തത് സെൽഫ് സീക്കിംഗ് ആണ്. മാനിപ്പുലേറ്റിംഗ് അതേഴ്സ് ടു ഡു മൈ വിൽ, എൻ്റെ ആശയങ്ങൾക്ക് ഒത്തു വരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുക. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കൗശലത്താൽ സ്വാധീനിക്കുക. പുട്ടിങ് അതേഴ്സ് ഡൗൺ ഇന്റേണലി ഓർ എക്സ്റ്റേണലി ടു ബിൽഡ് മീ അപ്പ്,
എന്നെ ഉയർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രത്യക്ഷപരമായോ പരോക്ഷപരമായോ താഴ്ത്തിക്കെട്ടുക. എൻഗേജിങ് ഇൻ ക്യാരക്ടർ അസാസിനേഷൻ, മറ്റു സ്വഭാവഹത്യക്കായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആക്ടിങ് സുപ്പീരിയർ, ഞാൻ എപ്പോഴും വലിയവനാണ് എന്ന് ഉള്ള രീതിയിൽ ആക്ട് ചെയ്യുക. ആക്ടിങ് ടു ഫിൽ എ വേർഡ്,